മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ വരും. അതിന്റെ കമ്പാരിസൺ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷന്റെ കമ്പാരിസൺ ഈസ് വെരി വെരി ഇമ്പോർട്ടന്റ്. ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷന് ലോങ് ഫോർമാറ്റ് ആണ്. വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ നമുക്ക് ഷോർട്ട് ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. പിന്നെ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ഹൈ ഡിഗ്രി ഓഫ് പാരലലിസം ആണ് പെർഫോം ചെയ്യുന്നത്. ഇവിടെ പാരലലിസം കുറവാണ്. ഇവിടെ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനിൽ ലിറ്റിൽ എൻകോഡിംഗ് യൂസ് ചെയ്താൽ മതി. ഇവിടെ മോർ എൻകോഡിംഗ് യൂസ് ചെയ്യും. ഹൈ ഓപ്പറേഷണൽ സ്പീഡ് ഉള്ളത് ഹൊറിസോണ്ടലിനാണ്, വെർട്ടിക്കലിന് സ്പീഡ് കുറവാണ്. ഓക്കെ, ആ ഒരു കമ്പാരിസൺ പഠിച്ചു വെക്കുക. അപ്പൊ അതിനു മുമ്പ് ഇത് എന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ. ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനെ നമുക്ക് രണ്ട് രീതിയിൽ റെപ്രസെന്റ് ചെയ്യാം. ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം, വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ ആയിട്ടും റെപ്രസെന്റ് ചെയ്യാം. അതായത് ഇതാണ് ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷനിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെയുള്ള ഈ കൺട്രോൾ വേർഡ്സിനെ കണ്ടോ? ഈ കൺട്രോൾ വേർഡ്സിനെ എല്ലാം നമ്മൾ ഇങ്ങനെ നിരത്തി പിടിച്ചങ്ങ് എഴുതും. എഴുതിയിട്ട് ആദ്യത്തെ മൈക്രോ ഇൻസ്ട്രക്ഷനകത്ത് ആരൊക്കെയാണോ ആക്റ്റീവ് ആയിട്ടുള്ളത്, PC ഔട്ട്, MAR ഇൻ, റീഡ്, സെലക്ട് ഫോർ ആണ്. ഇത്രയും കൺട്രോൾ വേർഡ്സിന് മാത്രം ബൈനറി ബിറ്റ് 1 സെറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി എല്ലാവർക്കും എന്ത് സെറ്റ് ചെയ്ത് കൊടുക്കുക? 0 കൊടുക്കുക. അതായത് ഒരു മൈക്രോ ഇൻസ്ട്രക്ഷൻ എടുക്കുമ്പോൾ ആ ഇൻസ്ട്രക്ഷനിൽ ആരൊക്കെയാണോ ആ ടൈമിൽ ആക്റ്റീവ് ആയിട്ടുള്ളത് അവർക്ക് മാത്രം 1 ഇട്ട് കൊടുക്കുക, ബാക്കി എല്ലാവർക്കും 0 കൊടുക്കുക. ഇതാണ് സിമ്പിൾ ആയിട്ട് നോക്കി. ഇപ്പൊ ഇവിടെ ഒരു MDR മൂന്നാമത്തതിനകത്ത് MDR ഔട്ടും IR ഇന്നും, മൂന്നാമത്തെ ഇൻസ്ട്രക്ഷനിൽ ഇതാ നോക്കിക്കേ, MDR ഔട്ടും IR ഇന്നും മാത്രം 1 കൊടുക്കും, ബാക്കിയെല്ലാം എന്താണ്? 0 ആണല്ലോ. ഇതാണ് ഹൊറിസോണ്ടൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. ഇനി വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ രണ്ട് രജിസ്റ്റേഴ്സ് എടുത്തു, R1 ഉം R2. അപ്പൊ ഈ രണ്ട് രജിസ്റ്ററിൽ നിന്നും നമുക്ക് അറ്റ് എ ടൈമിൽ സെയിം ടൈമിൽ തന്നെ രണ്ട് രജിസ്റ്ററിലെയും ഡേറ്റ ആക്സസ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. കാരണം രജിസ്റ്റർ ഓപ്പറേഷൻ ആണ്. മെമ്മറിയുടെ കേസും അതുപോലെ തന്നെയാണ്. മെമ്മറിയിൽ നിന്നും അറ്റ് എ ടൈം നമുക്ക് റീഡ് ചെയ്യാനോ റൈറ്റ് ചെയ്യാനോ പറ്റത്തില്ല. ഓക്കെ, സോ അങ്ങനെ വരുമ്പോഴത്തേക്ക് ആ രീതിയിലുള്ള സൈമിൾട്ടേനിയസ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്യേണ്ട ഇൻസ്ട്രക്ഷനെ എല്ലാം നമ്മൾ ഗ്രൂപ്പ് ചെയ്തിട്ട് ഇടും. അതാണ് വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ R1 ഉം R2 ഉം അവിടെ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല അറ്റ് എ ടൈമിലെങ്കിൽ R1ന്റെ ഔട്ട് സിഗ്നലിനെയും R2ന്റെ ഔട്ട് സിഗ്നലിനെയും എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്തിട്ട് എന്ത് കൊടുക്കുക? ഒരു സിഗ്നൽ ആയിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതുപോലെ ഇൻ വരുന്ന സിഗ്നൽസ് എല്ലാം ഒരുപോലെ, ഓപ്പറേഷൻസ് എല്ലാം ഒരു ഗ്രൂപ്പിൽ കൊടുക്കുക. റീഡർ, റൈറ്റ്, സെലക്ട് ഇതെല്ലാം എന്ത് ചെയ്യുക? ഗ്രൂപ്പ് ചെയ്തിട്ട് ഒരു സിഗ്നൽ ആയിട്ട് കൊടുക്കും. അതിനെയാണ് നമ്മൾ വെർട്ടിക്കൽ മൈക്രോ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് വലിയ ടേബിൾ ഒന്നും മറ്റേ വെർട്ടിക്കലിലെ പോലെ എന്ത് വരുന്നില്ല? വെർട്ടിക്കലിലെ പോലെ എന്ത് വരുന്നില്ല? കൂടുതൽ ടേബിൾസ് ഒന്നും നമുക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ 4th മൊഡ്യൂളില് ഇത്രയും കാര്യങ്ങളാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത്. മനസ്സിലായോ എല്ലാവർക്കും?